ഈ വേനൽക്കാലത്തും മനോഹരമായ പൂന്തോട്ടം കാണണമെങ്കിൽ തലസ്ഥാനത്തേക്ക് വരണം. തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം പരിസരത്തെ പൂന്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. വേനൽക്കാലത്ത് പ്രത്യേക പരിഗണന നൽകിയാണ് അധികൃതർ ഇവയെ കാത്തുസൂക്ഷിക്കുന്നത്. ഈ വെയിലിലും വാടില്ല ഇവിടത്തെ ചെടികൾ. അത്രമേൽ പരിപാലിക്കുന്നുണ്ട് ഇവർ ഇവയെ. കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ പകരുന്ന മനോഹര പൂന്തോട്ടം. അത്ര എളുപ്പമല്ല ഈ ചെടികളുടെയും പൂക്കളുടെയും പച്ചപ്പ് കാത്തു സൂക്ഷിക്കാൻ. രാവും പകലും നല്ലതുപോലെ വെള്ളമൊഴിക്കും. വേനൽക്കാലത്ത് പ്രത്യേക സംരക്ഷണവും നൽകുന്നുണ്ട്. സാധാരണ നമ്മൾ മഴക്കാലത്താണ് കറക്റ്റായിട്ട് ഇവിടുത്തെ ചെടികളെല്ലാം വെച്ച് കൊടുക്കുന്നത്. വേനൽക്കാലാകുമ്പോൾ നമ്മൾ വാട്ടറിങ്ങിന് മാത്രമാണ് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമ്മൾ വാട്ടറിങ്ങിൻ്റെ നമ്മൾ കുറച്ച് സിസ്റ്റം എല്ലാം മാറ്റും. അപ്പോൾ ജനുവരി മുതൽ തന്നെ നൈറ്റിൽ നമ്മൾ ആളെ വെച്ചിട്ട് നൈറ്റിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ നടത്തും. ഈ ചൂടിനെ മറന്ന് കുറച്ചു നേരം ആശ്വാസമായിരിക്കാൻ ആർക്കും ഇങ്ങോട്ടേക്ക് ഓടിയെത്താം. കാർബണിൻ്റെ ഒക്കെ എമിഷൻ ഇവിടെ വളരെ കുറവാണ്. ആയിരക്കണക്കിന് ചെടികളുണ്ട്, മരങ്ങളും ട്രീസും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷവും ആളുകൾക്കുള്ള ഒരു ആരോഗ്യപരമായിട്ടും അവർക്ക് മാനസികപരമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നൊരു സ്ഥലമാണ് മ്യൂസിയം മൃഗശാല വകുപ്പ്. പരിസരത്തുള്ള പല പൂന്തോട്ടങ്ങളും ഈ ചൂടിൽ കരിഞ്ഞുണങ്ങുമ്പോൾ എല്ലാവർക്കും മാതൃകയാണ് തിരുവനന്തപുരം മ്യൂസിയത്തെ ഈ പൂന്തോട്ടം. എം എസ് സുജിത്തിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.